പിന്നെ പിള്ളേരെ അന്നൊരു വീട്ടു ജോലിക്ക് വിടട്ടെ എന്ന് എന്നോട് ചോദിച്ചു. വലിയ കൊച്ചിനെ ഒരു തന്തയും തള്ളയും മാത്രമേ ഉള്ളെടുത്ത് ഞാൻ നോക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ പിള്ളേരാകുന്ന ഒരു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീവമത കാരുണ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പുതിയ ഗിരിജയല്ല, ഒരു ഉഡായിപ്പ് ഗിരിജയാണ്. സത്യം പറഞ്ഞാൽ ഓരോ വാർത്തകളും ഓരോ ദിവസം അവരെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ ഹൃദയഭേദകമാണ് കേട്ടോ. കാര്യം ഓർഫനേജിൽ ഓരോരുത്തരും അനുഭവിച്ചു വന്ന ക്രൂരതകളെ കുറിച്ച് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നേരിട്ട് കണ്ടാൽ കരണം അടിച്ച് പൊട്ടിക്കാൻ തോന്നും. അത്രമാത്രം അഹങ്കാരിയും ദുഷ്ടയുമാണ് അവര്. ഒരു മരണപ്പെട്ട ഒരു വ്യക്തിയോട് പോലും ഒരു നീതി പുലർത്താത്ത സ്ത്രീയാണ് അവര്. അതായത് നമ്മൾ എന്താ പറഞ്ഞ, മരണപ്പെട്ട ബോഡികളെ പോലും വിറ്റ് കാശാക്കി അതിലും സുഖിക്കുന്ന സ്ത്രീയാണ് അവർ. അവരുടെ അവിഹിതങ്ങളും ജാരന്മാരെ കണ്ടെത്തിയതിന്റെ പേരിലൊക്കെ അവിടെയുള്ള കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരതകളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഒരുപാട്, അതായത് അവിടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രൂരകൃത്യങ്ങളുടെ കഥ നമുക്ക് കേൾക്കാം. ആദ്യം നമുക്ക് ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം. സത്യം പറഞ്ഞാൽ ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ അവർ ഇത്രമാത്രം ഈ ക്രൂരതകൾ ഉള്ളിൽ വെച്ചിട്ടാണല്ലോ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ചിരിച്ച് കളിച്ച് കാണിക്കുന്ന വീഡിയോ പുറത്തു വന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാത്തിനെയും സംശയത്തിന്റെ ദൃഷ്ടിയിൽ കാണേണ്ട ഒരു അവസ്ഥയാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പോലും നമ്മൾ സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേട്ടിട്ട് വരാം. ഇത് നമ്മുടെ ചങ്ങാതിക്കൂട്ടം അല്ലേ? നിങ്ങള് പിന്നെ നമ്മുടെ ജീവമാതാവിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ട നിങ്ങളായിരുന്നോ? ഞാന് അതിനടുത്തുള്ള ഒരു ആളാണ്. അതിന്റെ അത്യാവശ്യം സമൂഹ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടാറുള്ള ഒരാളാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം ഇത് ചെയ്യുമ്പോ ആ പ്രദേശത്തോട്ടൊന്ന് പോയിട്ട്, ആ തേപ്പുപാറ എന്ന് പറയുന്ന പ്രദേശത്ത്, കാരണം അവിടെ ആളുകളെല്ലാം ഭീഷണി ഉണ്ടായിരുന്നത് കാരണമാണ് ഇതുവരെ ഇത് പുറത്തു പറയാതിരിക്കുന്നത്. ഞാൻ 2 വർഷം മുമ്പ് ഈ ആൾക്കാരടുത്തെല്ലാം അന്വേഷിച്ചു. ഇവരെല്ലാം എന്റെ അടുത്ത് പറഞ്ഞു, നാട്ടുകാരെല്ലാം എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അവർക്ക് പേടിയാണ് ഇത് പറയാൻ. പേടിച്ച് നിൽക്കുകയാണ്. അത് ഞാനിപ്പോ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ഉണ്ട്. അവിടെ ഇവര് മലിനജലം എല്ലാം ഒഴിക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കുറെ പൗരസമിതിയുടെ ഒക്കെ കുറെ ആളുകൾ അവിടെ ചോദിക്കാൻ ചെല്ലുകയും അത് ചെല്ലുമ്പോ അവിടെ ഈ പിള്ളേരെ മുന്നിൽ എത്തിയിട്ടാണ് ഇവര് കളിക്കുന്നത്. ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയാം. അതല്ലേ ചേട്ടൻ ഇങ്ങോട്ട് പറയാനുള്ളത്. ഇവർക്കെതിരെ ആരെന്ത് ചെയ്താലും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകൾക്കടക്കം. ഇപ്പൊ അതിന്റെ ഒരു കാര്യത്തിൽ ഞാൻ SPI പോയി കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ശ്രദ്ധിച്ച് കേൾക്കാം. ഈ ഒരു കാര്യത്തിലൊന്നും ഒതുങ്ങുന്നതല്ല ഇത്. നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് ഈ നാട്ടുകാരൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് മേടിച്ചു തരാം. മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ബ്ലോഗ് ഞാൻ കുറച്ചു മുമ്പേ കണ്ടു. ആ ടൈറ്റിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് ഈ ബോഡികൾ, കാരണം എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് കൂടിയുണ്ട്. ആ സൂപ്പർ മാർക്കറ്റില് ഇവരുടെ മരുമോൻ എന്ന് പറയുന്ന കക്ഷി അവിടെ വന്ന് സാധനമൊക്കെ മേടിക്കാറുണ്ടായിരുന്നു. വരുമ്പോ കാരണം ഇതിനകത്ത് എന്നോട് ഇത്ര കാര്യമായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടാനുള്ള കാരണം, അമേരിക്കയിലുള്ള എന്റെ ഒരു കസിൻ ഉണ്ട്. അവിടുത്തെ അന്നദാന മണ്ഡപം പണിത് കൊടുത്തേക്കുന്നത് ആ പുള്ളിയാണ്. എന്റെ മോൻസി ചെറിയനാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ ഫാദർ ഒരു അധ്യാപകനായിരുന്നു. എന്റെ ഫാദറിന്റെ ജ്യേഷ്ഠനാണ്. അപ്പൊ ഈ അന്നദാന മണ്ഡപമൊക്കെ പണിത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് ഫണ്ട് ഇവര് മെസ്സേജ് അയക്കും, കൊടുക്കും. എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കസിനാണ് ഞാൻ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ധാരണയിൽ ഇവൻ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് വലുതായിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഈ പെണ്ണിന്റെ കല്യാണം പോലും എനിക്ക് പ്രത്യേക ഇൻവിറ്റേഷൻ ഒക്കെ കൊണ്ടുതന്ന് എന്നെ എനിക്ക് ഇത് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള. പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വന്ന് സാധനം മേടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവർക്ക് കൊടുത്തേരെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അതൊന്നും അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായി. അപ്പൊ ആ കൂട്ടത്തില് ഇന്നൊരാള് മരണപ്പെട്ടിട്ടുണ്ട്. അവരെ അവിടെ കൊണ്ടുപോയി അടക്കി ആരുമില്ല, ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇതുമെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴും എനിക്ക് ഇതുള്ളത് നല്ലവണ്ണം ഈ ബോഡികൾ മുഴുവൻ ഇവർ വിറ്റ് കാശാക്കിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങൾ ഇവർക്ക് ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യം തമിഴ്നാട്ടിലേക്ക് യാത്ര, തെങ്കാശി പോകുവാന്നും പറഞ്ഞ യാത്രയുണ്ട്. പ്രത്യേകിച്ച് ഈ മരുമോനും ഇവരുടെ ഈ പറയുന്ന ഇതിന്റെ നടത്തിപ്പുകാരി, ഈ മരുമോനും അമ്മായിയമ്മയെ എന്നുള്ള അപ്പുറത്തെ റിലേഷൻ ഉണ്ടെന്ന് അവിടുത്തെ അന്തേവാസികൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് മിക്കവാറും കണ്ടിന്യൂ ആയിട്ട് തെങ്കാശി യാത്രയാണ്. തെങ്കാശി
അപ്പോ ഈ തെൻകാശിയില് എനിക്ക് തോന്നുന്നു ബിനാമി അല്ല, ഇതിന്റെ കാശ് കൊണ്ട് അവിടെ പ്രോപ്പർട്ടി ഉണ്ടാവാൻ തന്നെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ബോഡികളൊക്കെ പിന്നെ അന്യ സംസ്ഥാനത്ത്, കാരണം ഇവിടെ കിട്ടുന്നതിന്റെ ഇരട്ടി വില, അവിടെയൊക്കെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഇഷ്ടം പോലുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ചില ഹോസ്പിറ്റലുകളും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് അവയവ കച്ചവടം വരെ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കേസാണിത്. അതാണ് ചേട്ടാ, ഇത് സ്ട്രോങ് ആയിട്ട് കുറച്ച് പരാതിക്കാരും കൂടെ വേണം. ഞാനും ഫൈസൽ എന്ന് പറഞ്ഞ നിൽക്കുകയും കൂടെയാണ് പരാതി കൊടുത്തേക്കുന്നത്. ഞാനിപ്പോ പിന്നെ എനിക്ക് ഇതുള്ള പിന്നെ ഒരുപാട് കക്ഷികളുണ്ട്. ഇപ്പൊ ആ ചാനലൊക്കെ ഉണ്ട്. ഞാൻ ഈ ചാനലുകാരെ ഒക്കെ വിളിച്ച് അവരോടൊക്കെ ഈ വിവരം പറഞ്ഞിട്ട് ഇതെല്ലാം സിംപിളീകരിച്ച് പോവുകയാണ്. കാരണം അവരാരും ചാനലുകാരൊന്നും ഇത് എടുക്കാൻ തയ്യാറല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവളെ പണ്ട് വെളുപ്പിച്ചോട്ട് ഈ ചാനലുകാർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ ഈ രാഷ്ട്രീയക്കാര് ചെറ്റേൻ ഗോപകുമാർ അടക്കമുള്ള പലരും, അതുകൊണ്ടാണ് ഇവരെയൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരെയും വിളിച്ചു പോരാൻ പറഞ്ഞിട്ട് ഇവരാരും ഇതിനെതിരെ എന്തിനാ പറയുന്നത്. ആ വാർഡിന്റെ മെമ്പർ എന്ന് പറയുന്ന 2ാം കുറ്റി അജി എന്ന് പറയുന്ന വിഷയം, കൊടുമൺ പഞ്ചായത്തിലെ 2ാം കുറ്റി അജി എന്ന് പറയുന്ന വിഷയം. ഞാൻ അജിയോട് പറഞ്ഞിട്ട് നിന്റെ വാർഡിൽ നടന്ന ഒരു സംഭവമാണ്, നീ അതിനകത്ത് എന്താണ് ഞാൻ അതിന് പിന്നെ ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞ ഒരു പോക്ക് പോയിട്ട് പിന്നെ അവന്റെ അഡ്രസ് പോലും ഇല്ല. അവിടുത്തെ സ്വാധീനമുള്ള രജിത മെമ്പർക്കാണല്ലോ. അജിയങ്കായി സ്വാധീനമുള്ള രജിത മെമ്പർക്കാണല്ലോ. ആയിരിക്കും, ഉണ്ടാവും. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഈ എല്ലാ രാഷ്ട്രീയക്കാരോടും പറഞ്ഞു ഇതിനെതിരെ. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനും ഇതിന്റെ പിന്നെ മുന്നോട്ട് വരാൻ തയ്യാറല്ല. ഞാനിപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ പോയി കണ്ടിട്ട് വരുന്ന വഴിയാണ്. അവന്മാരെ മറ്റന്നാളെ പരാതി കൊടുക്കും പറയുന്നത് കേട്ടു. വരില്ല. യൂത്ത് കോൺഗ്രസ് മരണോട് നിൽക്കുമെന്നാ പറഞ്ഞത്. അല്ല, ബിനു എന്ന് പറയുന്ന ചേട്ടൻ മരിച്ചോണ്ടേ ഇപ്പൊ ഞാൻ പറയാം, ഇവരാരേലും അന്ന് അനങ്ങി ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ അതിന് പിന്നെ എന്തേലും ഇവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിൽ നിന്ന് അതിന് അന്നേരം തന്നെ തടയിടുമെന്നുള്ള കാര്യം ഞാൻ 100% അവർക്ക് മാത്രമല്ല, അവരാണേലും DYFI ആണേലും ഇവരാരും ഇതിനിറങ്ങാൻ പോകുന്നില്ല. പിന്നെ ഈ BJP-ക്കാരാണ് ഒട്ടും ഇറങ്ങത്തില്ല. BJP-ക്കാർക്കൊക്കെ ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ അവിടെ പിന്നെ സ്ഥിരമായിട്ട് 2 പെണ്ണുങ്ങളുണ്ട്. അവിടെയുള്ള 2 പെണ്ണുങ്ങൾ ആ റോഡിൽ ഇങ്ങനെ നിൽക്കും. കാരണം ഏതെങ്കിലും ചാനലുകാരോ ഏതെങ്കിലും ആളുകളോ അവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാരിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് അനുകൂലമായിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി കാശ് കൊടുത്തിട്ട് 2 പേരെ അവിടെ നിർത്തിയിട്ടുണ്ട്. 2 പേരുടെ പേരും അഡ്രസ്സും അടക്കം വേണേ ഞാൻ നിങ്ങൾക്ക് തരാം. എപ്പോ ചെന്നാലും ഈ കക്ഷികൾ അവിടെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു പൗരസമിതി ഉണ്ട്, എല്ലാ കാര്യത്തിലും ഇടപെടുന്നതാണ്. അവര് പേടിച്ചിങ്ങനെ നിൽക്കുമല്ലോ. ഞാൻ ആ പൗരസമിതിയിലെ ആളുകളുടെ അടുത്ത് ഞാൻ സംസാരിച്ചു, നിങ്ങൾ ഇനിയും പിന്നെ പഴയതുപോലുള്ള പേടി നിങ്ങൾക്ക് വേണ്ട, ഇനിയെങ്കിൽ നിങ്ങൾ ഒരു പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോവാം. വേറെ ഹെൽപ്പ് ചെയ്യുമോ ചേട്ടൻ? റിലേറ്റീവ് എന്തുകൊണ്ട് പറഞ്ഞല്ലോ, ഈ ഫണ്ടിന്റെ ഇതിനുള്ള ഫണ്ടൊക്കെ ഏത് അക്കൗണ്ടിലോട്ടോ, ട്രസ്റ്റിന്റെ അക്കൗണ്ടിലോട്ടാണോ ഇവരുടെ അക്കൗണ്ടിലോട്ടോ ഇട്ടേന്ന് ഡീറ്റെയിൽസ് എടുത്ത് തരാൻ പറ്റും? ഇവരുടെയൊക്കെ പേരില് പ്രോപ്പർട്ടികൾ എന്റെ അത് ഇവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് പുള്ളി കൊടുത്തോണ്ടിരിക്കുന്നത്, അമേരിക്കയിൽ. അത് തെറ്റാണ്, നിയമപരമായിട്ട് തെറ്റാണ്. അത് ആ പൈസ ഒരു തെറ്റിനുമാണ്. ഇവര് അല്ല, അന്നദാനത്തിനെന്ന് പറഞ്ഞ് കാശായിട്ട് അയച്ചു കൊടുക്കുക. പിന്നെ അന്നദാന മണ്ഡപം പണിത് കൊടുക്കാൻ കാശ്. ഈ പറയുന്ന എന്റെ പേരപ്പന്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്, അമ്മച്ചിയുടെയും അപ്പച്ചന്റെയും ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അത് മാത്രമേ പുള്ളി ഡിമാൻഡ് ചെയ്തുള്ളൂ. അന്നദാന മണ്ഡപം വരുമ്പോ അവരുടെ പേരിലായിരിക്കണം, അവരുടെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞ് അത് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെയുള്ള കുട്ടികളോട് ഇവർ എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് നമുക്ക് അവിടെയുള്ള ഒരു അന്തേവാസിയുടെ കുടുംബത്തിൽപ്പെട്ട അതായത് അമ്മൂമ്മയാണെന്ന് തോന്നുന്നു, അവർ പറയുന്നത് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് സഹിക്കില്ല കേട്ടോ. എന്നാലും നമുക്ക് കേൾക്കാം. പിന്നെ പിള്ളേരെ അന്നൊരു വീട്ടുജോലിക്ക് വിടട്ടെ എന്ന് എന്നോട് ചോദിച്ചു, വലിയ കൊച്ചിനെ. ഒരു തന്തയും തള്ളയും മാത്രമേ ഉള്ളെടുത്ത്, ഞാൻ നോക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ പിള്ളേരാകുന്ന ഒരു വെളിച്ചെണ്ണയും സോപ്പും എല്ലാം ഞാൻ അവിടുന്ന് കൊണ്ട് കൊടുക്കുന്നത്. അവരതൊന്നും ഇച്ചിരി ഒരു മാസത്തേക്ക് ഒരു അരത്തളം വെളിച്ചെണ്ണ പോലും ഇല്ല 3-നും കൊടുക്കും. പിള്ളേരെ ട്യൂഷൻ എല്ലാ പിള്ളേരെയും പഠിപ്പിക്കും. ഈ പിള്ളേരെ ട്യൂഷനൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല. വീറും വൃത്തിയായിട്ടല്ല. ഏഴംകുളം സ്കൂളിലെ 4ാം ക്ലാസ്സിലെ സാർ എന്നോട് പറഞ്ഞു, ഈ പിള്ളേർ വീറും വൃത്തിയായിട്ടൊന്നും അല്ല വരുന്നത്. എന്നെ വിളിപ്പിച്ച് ഞാൻ ചെന്ന് കണ്ടതാണ്. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, പിള്ളേരെ നിങ്ങൾ വീറും വൃത്തിയായിട്ടും പിള്ളേരെ വിട്ടില്ലെങ്കിൽ ഇനി വിട്ടേക്കാൻ പറഞ്ഞു. അന്നേരം അവർ ദേഷ്യപ്പെടുമായിരുന്നു. അവർ വലത്തല വിളിച്ച് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞ പോക്സോ കേസ് നടന്ന പിള്ളേരെ അതുകൊണ്ട് വിടത്തില്ല. ഞാൻ പറഞ്ഞു, പോക്സോ കേസ് നടന്നത് കേസ് നിലവിലുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളെ ഒരു ദിവസമെങ്കിലും ഈ പിള്ളേരുടെ കൂടെ പോക്സോ കേസൊന്നും പറഞ്ഞ് ഈ വലിയ കൊച്ചിൻ്റെ കൂടെ പോയിട്ടുണ്ടോ എന്ന് അവിടുത്തെ ഹെഡിലെ സാറിനോട് ചോദിച്ചു.
വയലത്തലയിൽ. അങ്ങനെയില്ല, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. അങ്ങേര് പറഞ്ഞ്, ഞാൻ പറഞ്ഞ 24 മണിക്കൂറിനകം എൻ്റെ പിള്ളേരെ എൻ്റെ കൂടെ വിടണമെന്ന് പറഞ്ഞു. നിങ്ങളിവിടെ നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേറെ എവിടെയെങ്കിലും, ഞങ്ങൾക്ക് പട്ടികജാതിപ്പെട്ട സ്കൂളുകളുണ്ട്, ഞങ്ങളവിടെ വിട്ടോളാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പിള്ളേരെ വിളിക്കുന്നതും അങ്ങനെയാണ്. വിളിക്കുന്ന പോക്സോസ് നടന്ന പിള്ളേരെ ഇങ്ങനെ വിളിക്കാനാണ് ഇപ്പോൾ മിക്കവാറും അങ്ങനെ വിളിക്കുന്നത്. ആരേലും വന്നാൽ അവരുടെയും കേൾക്കേ വരിക പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കുന്നത്. അവർ വിളിക്കുന്നുണ്ടെ പിള്ളേർ പേടിച്ചാണ് എൻ്റെ കണ്ണി നോക്കുന്നത്. ഒന്നും മിണ്ടത്തില്ല പിള്ളേർ, പേടിച്ച്. പിള്ളേരൊന്നും സംസാരിക്കാൻ സമ്മതിക്കത്തില്ല അവർ. ആ കുട്ടികളെ അവർ വിശേഷിപ്പിച്ചിരുന്ന പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവരൊക്കെയാണല്ലോ സമൂഹത്തിന് മുന്നിൽ ശംഖുമുദ്ര പുരസ്കാരവും അതുപോലെ എന്തെല്ലാം പുരസ്കാരങ്ങളാണ് അവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇവർക്കൊക്കെ പുരസ്കാരങ്ങൾ എന്തിൻ്റെ അർഹതയിലാണ് കൊടുത്തത്? ഇതുപോലെ ഓരോ കുഞ്ഞു മക്കളെയും വിളിച്ച് കാര്യങ്ങൾ തിരക്കി അവർ പറയും ഇവരുടെ ക്രൂരതകളെ കുറിച്ച്. എന്തായാലും സത്യം പറഞ്ഞുണ്ടല്ലോ, കർമ്മ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവർ ചെയ്തതിന് വാളെടുത്തവൻ വാളാലയം തന്നെയാണ് പറയുന്നത്. ഇതിനുള്ള ഫലം എന്തായാലും ഇവർക്ക് തിരിച്ചു കിട്ടും ഉറപ്പായിട്ടും. അപ്പൊ ഇതിനെതിരെ പോരാടി, അതായത് കെന്നഡി എന്ന് പറഞ്ഞ സാറുണ്ട്. അപ്പം ഒരു അനാഥാലയത്തിനെ കുറിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം. ഒറ്റവാക്കി പറയുവാണെങ്കിൽ സത്യസന്ധമായിട്ട് നടത്താൻ ഇവർ സമ്മതിക്കുകയില്ല. കാരണം ഇവർക്ക് ആവശ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടതായ പണം നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അന്തേവാസികളുടെ നിന്ന് പണം വാങ്ങിച്ച് നോക്കുന്നവരെയൊക്കെയാണ് അവർക്ക് താല്പര്യം. നമ്മൾ നടത്തിയ ബെഗർ ഹോമാണ്. നമുക്ക് ആരും ഇല്ലാത്തവരെ റോഡിൽ അളിഞ്ഞിരിഞ്ഞ് കിടക്കുന്നവരെയാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മളിൽ നിന്ന് അവർക്ക് യാതൊരു പ്രയോജനവുമില്ല, പണത്തിൻ്റെ വരവുമില്ല, യാതൊരു പ്രയോജനവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നത് അവർക്ക് മനസ്സിലായി. അതുപോലെ നമ്മുടെ ഈ ട്രസ്റ്റിന് വേണ്ടി കുറച്ച് പണം CSR ഫണ്ട് അനുവദിച്ചതായിട്ട് ഇവർ അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഓഫീസിൽ അവർ ബന്ധപ്പെട്ടു. CSR ഫണ്ട് തരുന്നവർ അന്വേഷിച്ചു, ഇങ്ങനെ സ്ഥാപനമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഈ സംഭവം അറിഞ്ഞപ്പോൾ അവർക്കൊരു വിരോധം. ഇതും വളരണ്ട, വേറെ അവരാലോചിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം വളർന്നാൽ മതി എന്നൊരു തോന്നൽ അവർക്കുണ്ടായതായിരിക്കാം. ചില ഹോസ്പിറ്റലിലേക്ക് ഡെഡ് ബോഡികൾ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ അങ്ങനെ വേണം. അത് എന്നോടും പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് പലരും എന്നെ വിളിച്ച് ചോദിച്ചു, ഡെഡ് ബോഡി നിങ്ങൾ എന്തിനാ അടക്കം ചെയ്തത്? ഞാൻ ആരെങ്കിലും മരിച്ചാൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. 1-2 ഡെഡ് ബോഡി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുത്തെന്ന് അറിഞ്ഞ് പേപ്പറിൽ വാർത്ത വന്ന സമയത്ത് 1-2 പേർ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവിടെ കൊടുത്തത്? ഇന്ന പോലെ കൊടുക്കത്തില്ലായിരുന്നു, 2-3 ലക്ഷം രൂപ തരത്തില്ലായിരുന്നു, നിങ്ങൾക്കതൊരു സമ്പാദ്യം, അയ്യോ എന്താ അതൊരു വരുമാനമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അന്നോട് ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുതെന്ന് ഞാൻ നമുക്കൊന്നും ഇല്ല. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അവർ തന്നെയാണ് ബോഡി കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞാൽ ജീവനുള്ളപ്പോൾ ആർക്കും ആരെയും വേണ്ട. മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കിന് വലിയ വലിയ ഹോസ്പിറ്റലുകൾ വരും, മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകൾ വരും. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ശരീരത്തിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന എമൗണ്ട് തന്നത് വാങ്ങിക്കൊണ്ട് പോകും. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തെ ഒരുപാട് പേര് സമീപിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെ ഒരു കാശ് ഇദ്ദേഹത്തിന് വേണ്ടാന്ന് ഇദ്ദേഹം പറഞ്ഞു. സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ നന്മയ്ക്കും നീതിക്കും ഒന്നും ഒരു വിലയുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ക്രൂരതകൾ കാട്ടുന്നവർക്കാണ് ഇന്നത്തെ സമൂഹം. ഇത് സത്യം പറഞ്ഞാൽ വൻ മാഫിയകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. കാര്യം അതുകൊണ്ടാണല്ലോ ഇത്രമാത്രം ഈ ഒരു പബ്ലിസിറ്റി ഉള്ള ഒരു കേസായിട്ട് പോലും ഇത്ര ലാഘവത്തോടെ ഇത് മുന്നോട്ട് പോകുന്നത്. കാര്യം ഇതിനൊട്ടും ഒരു സീരിയസ്നെസ് കാണുന്നില്ല. ഇതുപോലെ ഒത്തിരി യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോസ് എടുത്തിട്ട് ചെയ്യുന്നതല്ലാതെ പത്രമാധ്യമങ്ങളിൽ പോലും ഇവരുടെ പേരോ അതുപോലെ ഈ സ്ഥാപനത്തിന്റെ പേരോ ഇത് പിന്നിൽ സഹായിച്ച ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടികളിൽ അവരുടെ അതിലെ വ്യക്തികൾ അവരുടെ ഒന്നും പേരുകൾ പുറത്തു വരുന്നില്ല. എന്തുകൊണ്ട് ഈ പുറത്ത് പറഞ്ഞ, അതായത് തെളിവുകൾ തന്ന അന്തേവാസികളായിട്ടുള്ള സ്ത്രീകളെ ജോലി ചെയ്ത് അവരെ വിളിച്ച് അന്വേഷണം നടത്തുന്നില്ല? ഇതെന്താ ഒരു പ്രധാനപ്പെട്ട കേസല്ലേ? ഈ ആരോരുമില്ലാത്തവരും ആശ്രിതരാരുമില്ലാത്തവർക്കും അഭയം കൊടുക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൽ ഇത്രമാത്രം ക്രൂരതകൾ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാത്ത ഈ ഒരു മാധ്യമധർമ്മം തന്നെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കാശുള്ളവനെ സമ്പന്നനെയും സംരക്ഷിക്കുക. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ മാന്യതയൊക്കെ വിട്ടുപോകും. നമ്മൾ സംസാരിക്കാത്ത ഭാഷകളൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരണം അത്രമാത്രം വിഷമിപ്പിക്കുന്ന രീതിയിലാണ് സത്യം അവിടുത്തെ ഓരോ
ദിവസവും പുറത്തു വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ. എന്തായാലും നമുക്കിതിന്റെ അപ്ഡേഷൻസ് എന്തായാലും ഓരോ ദിവസം കാണുമെന്ന് പ്രതീക്ഷിക്കാം. പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.